ഞാൻ ഓഫീസ് വിട്ട് വന്നു. ഓഫീസ് വിട്ട് വന്നതിന് ശേഷം ചായ കുടിച്ചു. ചായ കുടിച്ച് ചായക്ക് എന്താണെന്ന് വെച്ചാൽ ചായക്ക് ഷവർമ്മയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഷവർമ്മ. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് രാത്രിക്ക് എന്താണെന്ന് വെച്ചാൽ രാത്രിക്ക് സേവയാണ്. സേവയും ചട്നി. ചിലയിടങ്ങളിൽ സേവ എന്ന് പറയും, ചിലയിടങ്ങളിൽ നൂൽപുട്ട് എന്ന് പറയും, ചിലയിടങ്ങളിൽ ഇടിയപ്പം എന്ന് പറയും. നമ്മളിവിടെ പാലക്കാട് സാധാരണ പറയുന്നത് സേവ എന്നാണ്. അപ്പോൾ സേവ എങ്ങനെയുള്ള സേവയാണെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സേവ എന്ന് പറയുമ്പോൾ എന്താണ് ഈ സേവ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സേവ കഴിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ സേവ. സേവ നൂല് പോലുള്ളത് സേവ. നമ്മൾ സേവനാഴിലുണ്ടാക്കില്ലേ, ഇതാണ് സേവ. ഇതാണ് ഇന്ന് രാത്രിക്കുള്ള ഫുഡ്. സേവയുടെ കൂടെ ചട്നി. സേവയുടെ ചട്നിയാണ്. സേവയുടെ കൂടെ ഇനി ചട്നി. ചട്നിയും കൂടി ഒഴിക്കാം. പക്ഷെ കുറച്ച് ചട്നി മതിയാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ചൊടിയുള്ള ചട്നിയാണ്, തേങ്ങാ ചട്നി. അത് മാത്രമല്ല ഇതിൻ്റെ വെള്ളമില്ലേ താഴെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെ കണ്ടോ? ഇനി നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് സേവ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. സേവ സൂപ്പറുണ്ട്. ചട്നിയും സേവയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സേവ എന്താ പറയുക, ചട്നി ഇല്ലെങ്കിലും നമുക്ക് കടുക് വറുത്തിട്ടിട്ട് ചെറിയ ഉള്ളിയും കൂടി വഴറ്റിയിട്ട് നമുക്ക് ചട്നി ഇല്ലെങ്കിൽ അങ്ങനെയും മഞ്ഞൾപ്പൊടിയും കടുക് വറുത്തിടുക, കടുക് പൊട്ടിക്കുക, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് കപ്പലമുളക് എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം ഈ സേവ എടുത്തിട്ട് ചീഞ്ചട്ടിയിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത്തിരി ഉപ്പിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് സേവയും ചട്നിയും. അതുകൊണ്ട് വതക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടാക്കുന്നത് സേവനാഴിയിലാണ്, അതുകൊണ്ടാണ് ഇതിന് സേവ എന്ന് പേര് വന്നത്. പിന്നെ ഇടിയപ്പം, ചിലർ ഇടിയപ്പം എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ പാലക്കാട് സേവ എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിപ്പൊടി കൊണ്ടുണ്ടാക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അരിയില്ലേ, പൊന്നിയരി വെള്ളത്തിലിട്ട് ഊറാൻ വെച്ചതിന് ശേഷം അരച്ചിട്ടാണ് നമ്മൾ സേവ ഉണ്ടാക്കുക. ബാക്കിയുള്ളവർ സാധാരണ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി അല്ലാതെ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.